ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഡിമാൻഡാണ് വൈദ്യുതിക്ക് ഈ സീസണിലുണ്ടായത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ഏകദേശം 1000 മെഗാവാട്ടിന്റെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. അതേ സമയത്ത് മഴയില്ലാത്തത് കൊണ്ടുള്ള ജലവൈദ്യുത ഉൽപാദനം ഗൗരവമായി താഴോട്ട് പോയി. മാത്രമല്ല, നിലവിലെ പ്രതിസന്ധിക്കുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ 25 വർഷക്കാലത്തേക്ക് ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ ഒരു എഗ്രിമെന്റ് വെച്ചു. ആ എഗ്രിമെന്റ് പ്രകാരം അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ 1 വർഷം വാങ്ങിച്ചു, 7 വർഷം പിണറായി സർക്കാരും വാങ്ങിച്ചു. 7 വർഷം. 8ാമത്തെ വർഷം ആ വൈദ്യുതി കരാർ റദ്ദാക്കി. ആ 4 രൂപ 29 പൈസയ്ക്ക് ഒരു യൂണിറ്റിന് 25 വർഷത്തേക്കുള്ള എഗ്രിമെന്റ് റദ്ദാക്കി. എന്നിട്ട് എത്ര രൂപയ്ക്കാണ് മേടിച്ചെന്നറിയാം വൈദ്യുതി? 8 രൂപ മുതൽ 14 രൂപ വരെ. 4 രൂപ 29 പൈസയുടെ റദ്ദാക്കിയിട്ട് വർഷങ്ങളോളം വൈദ്യുതി ബോർഡ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂടി പോയി. ഡെയിലി 20-30 കോടി രൂപ അഡീഷണൽ ആകുന്ന സ്ഥിതിയിലേക്ക് വന്നു. ആ എഗ്രിമെന്റ് ഇപ്പം നിലവിലില്ല. ആ എഗ്രിമെന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ എഗ്രിമെന്റിന്റെ പാർട്ടി ആ കമ്പനികൾ നമുക്ക് വൈദ്യുതി തരാൻ ബാധ്യത ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, എഗ്രിമെന്റ് ഇല്ല, ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാനില്ല. അപ്പൊ 1000 മെഗാവാട്ടിന്റെ വൈദ്യുതിയുടെ ഉപഭോഗം കഴിഞ്ഞ വർഷത്തേക്കാൾ വർദ്ധിച്ചു. ഹൈഡൽ ജലവൈദ്യുത ഉൽപാദനം ഗണ്യമായി കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ജലശേഖരം 61% ഉണ്ടായിരുന്നത് 28% കുറഞ്ഞു. മഴയുടെ കുറവ്, എൽ നിനോ പ്രതിഭാസം ഇപ്രാവശ്യം നിങ്ങൾക്കറിയാലോ, മൊത്തം മഴയുടെ ഇതിൽ ഭയങ്കരമായി കുറവ് വന്നു. പിന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ എഗ്രിമെന്റ് കഴിഞ്ഞ ഗവൺമെന്റ് റദ്ദാക്കിയത് കൊണ്ടുള്ള ഇമ്പാക്ട്. ഈ 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം.